BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് ഈ വിമാനം പതിക്കുകയും പിന്നീട് പൊട്ടിത്തെറിയുണ്ടായി വലിയ അപകടമുണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ആ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ഈ വിമാനത്തിന്റെ ബാക്കി ഭാഗം പിൻഭാഗമായിരുന്നു ഈ ഹോസ്റ്റലിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. അതിന് വലിയ കേടുപാടുകളൊന്നും ഈ പിൻഭാഗത്തിന് പറ്റിയിരുന്നില്ല. ആ പിൻഭാഗം ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഹോസ്റ്റലിന് സമീപം ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 നില കെട്ടിടത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പിൻഭാഗം ഇപ്പോൾ നിലത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പിൻഭാഗം താഴെ എത്തിയിരിക്കുന്നു. അവിടെ പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ താഴെ എത്തിച്ച പിൻഭാഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ പിൻഭാഗം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പരിശോധനയായിരുന്നു ഈ വിമാനത്തിന്റെ ഭാഗങ്ങളടക്കം നടന്നുകൊണ്ടിരുന്നത്. DGCA അതുപോലെ തന്നെ മറ്റ് പ്രതിനിധി സംഘങ്ങൾ നിരവധി സമിതികളടക്കം രൂപീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തെളിവ് ശേഖരണം അടക്കം ഇന്ന് രാവിലെ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ വിമാനത്തിന്റെ ഭാഗം താഴേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധന അവിടെ വെച്ച് നടക്കും. കാരണം ബ്ലാക്ക് ബോക്സ് അടക്കം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ കുടുങ്ങിക്കിടന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ താഴേക്ക് എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ കണ്ട ആദ്യ ദൃശ്യങ്ങളിൽ കാരണം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകളടക്കം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ പിൻഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ രീതിയിൽ ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കുടുങ്ങിക്കിടക്കുന്ന ഒരു നിലയിലായിരുന്നു. എന്തായാലും ആ വിമാനത്തിന്റെ ഭാഗം ഇപ്പോൾ താഴേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കെട്ടിടത്തിന് മുകളിൽ ബാക്കി അവശിഷ്ടങ്ങളാണ് അവശേഷിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിലും തിരച്ചിലും പരിശോധനയും നടക്കുമെന്ന് തന്നെയാണ് DGCAയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണം നടത്തുന്ന മറ്റ് വിഭാഗങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. NDRFന്റെ സംഘങ്ങളടക്കം കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ തന്നെയുണ്ട്. ഈ പൂർണ്ണമായും മേഖല അതായത് ഈ അപകടം നടന്ന അന്ന് 8:30 കൂടിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അന്ന് മാധ്യമങ്ങൾക്ക് ഇവിടെ അനുമതി ഉണ്ടാവുകയും നമ്മൾ ഇവിടെ അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ 10 മണിയോടുകൂടി മാധ്യമങ്ങളടക്കം അവിടെ നിന്ന് വിലക്കി പൂർണ്ണമായും ഈ മേഖല സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിമാനത്തിന്റെ ഭാഗം ആ കെട്ടിടത്തിന്റെ മുകളിൽ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ഈ ഹോസ്റ്റലിലേക്കാണ് ഈ വിമാനം വന്ന് പതിക്കുന്നത്. പിന്നീട് വലിയ പൊട്ടിത്തെറിയുണ്ടായ ഒരു അപകടമൊക്കെ നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിമാനത്തിന്റെ ഭാഗം ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ക്രെയിൻ നമ്മൾ ആ ക്രെയിനിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. താഴേക്ക് ആ ക്രെയിനിന്റെ ഭാഗങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള വിമാനത്തിന്റെ പിൻഭാഗം താഴേക്ക് എത്രത്തോളം ഇപ്പോൾ താഴേക്ക് പതിച്ച വിമാനത്തിന് എത്രത്തോളം കാണുവാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം നമ്മൾ മരങ്ങൾ മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബാക്കി താഴോട്ട് എത്തുമ്പോൾ. നേരത്തെ കൃത്യമായി തന്നെ വിമാനത്തിനെ താഴേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ കാണുവാൻ സാധിച്ചിരുന്നു. എന്തായാലും വിമാനത്തിന്റെ ഭാഗങ്ങൾ പിൻഭാഗം ഇപ്പോൾ പൂർണ്ണമായും താഴേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി പരിശോധനകൾ പിൻഭാഗത്ത് നടക്കുന്ന പരിശോധനകളായിരിക്കും ഇനി പ്രധാനമായും ഉണ്ടാവുക. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് അടക്കം ലഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൃത്യമായി 1 മിനിറ്റ് ഈ വിമാനം പറന്നുയർന്ന 1 മിനിറ്റിനുള്ളിലാണ് അപകടം നടന്നതെന്ന് കൂടി വ്യോമയാന മന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വകുപ്പ് സെക്രട്ടറിമാരെ അടക്കം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി 3 മാസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അതുപോലെ തന്നെ തുടർ അപകടങ്ങൾ ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയാണ്. ഇതുകൂടാതെ എയർ ഇന്ത്യക്കടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 34-787 സീരീസ് വിമാനങ്ങളാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ വിമാനങ്ങളിൽ അധിക സുരക്ഷാ പരിശോധന നടത്താൻ കൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മരണസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാർ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഈ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളെ പിന്നീട് അറിയിക്കുമെന്നതാണ് വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉയർന്ന മറുപടി. എങ്ങനെയാണ് ഈ അപകടം നടന്നതിലും കൃത്യമായ ഒരു വ്യക്തത ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ലഭിച്ചിരുന്നില്ല. അപകടവുമായി ബന്ധപ്പെട്ട് അപകടം നടന്നതും അതുപോലെ തന്നെ ബാക്കി വിവരങ്ങളുമാണ് ഇന്ന് വ്യോമയാന മന്ത്രാലയം പങ്കുവച്ചത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും BJ ഹോസ്റ്റലിന് മുകളിലുള്ള വിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ താഴേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദിവ്യ.